അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് മുരിങ്ങ ഇലയും പരിപ്പും വെച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ മുരിങ്ങ ഇലയും പരിപ്പും കൊണ്ടുള്ള കറി എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുപ്പി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് ഇതൊന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പരിപ്പ് നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിൻ്റെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ അത് പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയിലൊക്കെ ഒന്ന് ഈ തണ്ടുമെന്ന് ഊരി പിന്നെ എടുക്കാം. ഞാൻ ഒക്കെ എടുത്ത് പിന്നെ നന്നാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയിട്ടൊന്ന് വാരി വെക്കാം. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ മുരിങ്ങയിലൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ കടുക് ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉഴുന്നല്ല ഓരോ ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഈ ചെറിയ ഉള്ളി കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് നടുവ കീറിയിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് പിന്നെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നടുവെ കീറിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്. ഈ മല്ലിപ്പൊടിക്ക് പിന്നെ പകരം സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. സാമ്പാർ പൊടിയൊന്നും ഇല്ല. ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാമ്പാർ പൊടി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയൊക്കെ ഒന്ന് പാകത്തിനാക്കിയിട്ട് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വേവിച്ച കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇത് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നല്ല തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ ഊരിയിട്ട് കഴുകി വെച്ച മുരിങ്ങയില ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയില ഇട്ടിട്ട് പിന്നെ ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇല വേഗം വെന്ത് കിട്ടും.
അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് വെന്താൽ തന്നെ മതി. അപ്പോൾ ഇല ഒന്ന് എടുത്ത് നോക്കിയാൽ മതി വെന്തിക്കണമെന്ന്. അപ്പോൾ ഒരുപാട് നേരം പിന്നെ തിളപ്പിച്ച് വേവിച്ചാൽ ഇലക്ക് പിന്നെ ടേസ്റ്റ് കുറഞ്ഞ് വരും, കയ്പ്പ് രസമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് പിന്നെ 2-3 തിളക്കം വന്നതിന് ശേഷം നോക്കുക. വെന്തിക്കണമെങ്കിൽ വേഗം ഓഫ് ചെയ്യുക, അധികം വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിന് മേലെ ഒഴിച്ച് കൊടുത്താണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മൾ ഈ മുരിങ്ങയിലയും പരിപ്പും പിന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മുരിങ്ങയിലയും പരിപ്പും വെച്ചിട്ടുള്ള ഈ കറി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.